കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമ്മുടെ ഫിസിക്കൽ അതേപോലെ കോഗ്നേറ്റീവ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പല സയൻറ്റിഫിക് മെത്തേഡുകളും ടൂൾസുകളും അതുപോലെയുള്ള ഹാക്സുകളൊക്കെ ഞാനിങ്ങനെ റിസർച്ച് ചെയ്യുക അതേപോലെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു. ഇഫ് യു ഡോണ്ട് നോ മീ, മൈ നെയിം ഇസ് ഇഷാം. ഞാനൊരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് കണ്ടന്റ് ക്രിയേറ്ററാണ്. ആൻഡ് എനിക്ക് +2 97+% മാർക്കോടുകൂടി പാസ്സാവാൻ പറ്റിയിട്ടുണ്ട് വിത്ത് ഫുൾ A+. ആൻഡ് ഐ ക്രാക്ക്ഡ് CA ഫൗണ്ടേഷൻ ആൻഡ് CA ഇന്റർ ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ്. ആൻഡ് ഓൾസോ CA ഫൗണ്ടേഷൻ പഠിക്കുന്ന ടൈമിൽ ആ എൻ്റയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻറ് ഓഫ് ദ മന്തായി തിരഞ്ഞെടുത്തിട്ടുണ്ട് ഓൺ October 2022. അന്ന് പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഇതുപോലത്തെ ചെറിയ ടിപ്സുകളും ഹാക്സുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. പിന്നെ അതേപോലെ അന്ന് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ആ എക്സ്പീരിയൻസും ആ മിസ്റ്റേക്സും പിന്നെ ഞാൻ ഇപ്പോൾ പഠിച്ച കുറേ കാര്യങ്ങളും വെച്ചിട്ട് എന്ത് ചെയ്യാം, നൗ ഐ വിൽ ഹെൽപ്പ് യു ടു എൻഹാൻസ് യുവർ ലേണിംഗ് ആൾസോ. ഈ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം ഒരാൾ ലേണിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും കൺസ്യൂമിങ് അല്ല. അതായത് നമ്മൾ കുറേ വായിച്ചു കൂട്ടൽ അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഇങ്ങനെ ഇൻഫർമേഷൻ കയറ്റലല്ല ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റുള്ള വരുന്ന ഒരു മിസ്കൺസെപ്ഷൻ ഞാൻ ഇവിടെ തന്നെ ബ്രേക്ക് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് നിങ്ങളെ ലേണിംഗ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മേ ബി യു വിൽ ബി ഡിസപ്പോയിൻറ്റഡ്. കാരണം എന്താ വെച്ചാൽ ലേണിംഗ് ഞാൻ പറഞ്ഞു ഒരു ആക്റ്റീവ് പ്രോസസ്സാണ്. ആക്റ്റീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിനിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ, അതാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെ ബ്രെയിൻ്റെ ഉള്ളിലുള്ള ന്യൂറോൺസുകൾ തമ്മിലുള്ള കണക്ഷൻസ് സ്ട്രെങ്തനിങ്ങും വീക്കനിങ്ങും പുതിയ കണക്ഷൻസ് ഫോം ചെയ്യലും ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സംഭവങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ ലേൺ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഈസി ലേണിംഗ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ ആ ഒരു പ്രോസസ്സ് നടക്കണില്ല എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാസീവായിട്ട് ലേൺ ചെയ്യില്ല, നമ്മൾ ഒരു കാര്യം ചെയ്യും മറ്റു കാര്യം ചിന്തിക്കും. ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ നോ, ദാറ്റ്സ് നോട്ട് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. അതാവുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. What I'm talking about is the more the struggle, the more the effort, the more the challenging, the better the learning. ഇവിടെ നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും ലേണിങ്ങിനെ ഈസി ആക്കാന്നല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് ലേണിങ്ങിൻ്റെ ടൈം കുറക്കുക എന്നാണ്. ഹൗ ടു ലേൺ ഫാസ്റ്റ് ദാൻ അതർ സ്റ്റുഡൻസ്. ലേണിങ്ങിന് ഏറ്റവും ബേസിക് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു സംഭവം എന്താണ്? ഫോക്കസ് അല്ലെങ്കിൽ അലേർട്ട്നെസ്. ഓക്കെ, അപ്പോൾ ഈ ഫോക്കസ് കൂട്ടാനുള്ള പല വഴികളും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അതിലൊരു ബേസിക് ആയിട്ട് ഒന്ന് ഞാൻ അതിലൂടെ ഓടിച്ചു പോവാം. അതിലൊന്ന് എ ഗ്രേറ്റ് നൈറ്റ് സ്ലീപ്പ്. ഒരു ദിവസം നല്ലൊരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ 7 to 9 മണിക്കൂർ നല്ലൊരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ യെസ് വി ക്യാൻ ബി മോർ അലേർട്ട്. അതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ മെമ്മറി കൺസോളിഡേഷൻ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിക്ക് മാറ്റുന്നതും ഈ ഞാൻ പറഞ്ഞ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നടക്കുന്നത്, ഈ സംഭവങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എവിടെയാണ്? നമ്മൾ ഉറങ്ങുമ്പോഴാണ്. അപ്പോൾ ലേണിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. നമ്മൾ അലേർട്ട്നെസ് ഇമ്പ്രൂവ് ചെയ്യാനും ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മളെ ഡേ ടൈമിൽ നമ്മൾ പഠിക്കുന്ന ടൈമിൽ അലേർട്ടായി നിൽക്കാനും അതുപോലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ആ ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാനും നമുക്ക് എന്ത് വേണം? സ്ലീപ്പ് വേണം. ഇനി രണ്ടാമത്തെ സംഭവമാണ്, നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ചെറിയ വാക്കിങ്, ജോഗിങ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് വർക്കൗട്ട്സ് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, നമ്മുടെ സ്കിപ്പിംഗ് റോപ്പൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുന്ന ടൈമിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പഠിക്കുകയാണെങ്കിൽ കൂടുതൽ അലേർട്ടായി നിൽക്കാൻ പറ്റും. കാരണം എന്താ, നമ്മുടെ ശരീരത്തിൽ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉറക്കത്തിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് പറയാൻ പറ്റും. ഉറക്കം വരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ നിൽക്കണം. കോർട്ടിസോൾ എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോണാണ്. അടുത്ത സംഭവമാണ് കോൾഡ് ഷവർ. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, നോർമൽ ഷവറിങ്ങനെ. അതായത് നമ്മൾ ലേണിങ്ങിൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ബാത്ത് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒന്ന് ഷവർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ആൾസോ ഹെൽപ്സ് ടു എൻഹാൻസ് യുവർ ഫോക്കസ് ഓർ അലേർട്ട്നെസ്. ദ നെക്സ്റ്റ് വൺ ഈസ് എ 5 to 10 മിനിറ്റ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് NSDR, നോൺ സ്ലീപ്പ് ഡീപ്പ് റെസ്റ്റ് പ്രോട്ടോക്കോളും. ഇത് നിങ്ങൾ ആൻറ്റി ഹ്യൂമർമെൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. NSDR ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് മെഡിറ്റേഷൻ പോലെ തന്നെ ഒരു സംഭവമാണ്. ഇത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, NSDR ഓർ യോഗ നിദ്ര എന്നുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, അതായത് നമ്മളെ ലേണിംഗ് പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്ലീപ്പ്, നമ്മൾ വേണ്ട അത്ര സ്ലീപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ചെറിയൊരു ഗ്രോഗിനെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിധം അതിൻ്റെ എഫക്റ്റുകൾ എന്താണ് ഇല്ലാതാക്കാൻ NSDRന് കഴിയും. അതുപോലെ തന്നെ 5 to 10 മിനിറ്റ് മെഡിറ്റേഷൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത്, ഞാൻ മെയിനായിട്ട് ഇവിടെ പറയുന്നത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനാണ്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ്റെ പ്രത്യേകത പറയുന്നത് നമ്മൾ അറ്റൻഷൻ പോകുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തകൾ ചിന്തിച്ചാണ്ട് വാണ്ടറിങ് ചെയ്യുമ്പോൾ ആ ചിന്തനെ തിരിച്ചു കൊടുക്കാണ്ട് വീണ്ടും ആ കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നിങ്ങളുടെ ഫോക്കസ് ആൻഡ് അലേർട്ട്നെസ്സിനെ ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. സോ നൗ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 ഹാബിറ്റ്സ് അല്ലെങ്കിൽ ടാക്ടിക്സ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്പർ 1, ഹാവിങ് എ സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ റിസൾട്ട് ഫ്രം യുവർ എഫേർട്ട്. അതായത്
ഇപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ MBBS ഒക്കെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ വർക്ക് ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നത്, ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും സ്ട്രഗിൾ ചെയ്യുന്നത്, ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഭാവിയിൽ വരും. അതുകൊണ്ട് ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് നമ്മുടെ ഫാമിലിയിലും നമ്മുടെ ലൈഫിലും അതുകൊണ്ട് ഉണ്ടാവുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് എന്താണ്, അത് ചെയ്യാം. ഇറ്റ് ഈസ് ആൻ ആസ്പിറേഷണൽ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ ഫാക്ടറാണ്. നമുക്ക് പഠിക്കാൻ തോന്നാത്ത സമയത്ത് നമ്മളെ പുഷ് ചെയ്യാൻ ബാക്കി എല്ലാവരും എടാ ഇന്ന് പഠിക്കണ്ട, ഇന്ന് റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തം പറ്റില്ല, എനിക്ക് പഠിക്കണം, എനിക്ക് ആ റിസൾട്ട് കിട്ടണം, എനിക്ക് എൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണം എന്നൊരു മോട്ടിവേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഒരു ലോങ് ടേം സക്സസിനെ കുറിച്ചുള്ള ഒരു വെയ്ഗ് ഐഡിയ. കറക്റ്റ് ക്ലിയർ പിക്ചർ നമുക്ക് ഉണ്ടാവില്ല ഭാവിയിൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. ഈവൻ ദോ ഒരു ആൾമോസ്റ്റ് ഒരു വെയ്ഗ് ഐഡിയ, ഇത് നമ്മളെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും, ഇത് എങ്ങനെ റിസൾട്ട് ഉണ്ടാക്കും, ഇത് എൻ്റെ ഫാമിലിൻ്റെ ബേർഡൻ കുറക്കും, എനിക്ക് പോലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത. ദാറ്റ്സ് നമ്പർ 1 ഹാബിറ്റ് ആൻഡ് ഇറ്റ് ഈസ് ദ മോട്ടിവേഷൻ. അത് ഓട്ടോമാറ്റിക് നമുക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ആ ഒരു സംഭവത്തിന് നിങ്ങൾക്ക് നെഗറ്റീവ് ഇമോഷൻസ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഞാൻ പഠിച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും, അതുപോലെ തന്നെ ഞാൻ എഫേർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് എനിക്ക് പാസ്സാവാൻ പറ്റൂല, ഞാൻ അളിഞ്ഞ് എവിടെ ഇരിക്കേണ്ടി വരും, എനിക്ക് ആരും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, എൻ്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല, എനിക്ക് സൊസൈറ്റിയിൽ വില ഉണ്ടാവില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇത് എന്താ പറയുക, ഈ ഇൻഫർമേഷനെ കൂടുതൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോ, PTSD എന്ന് പറഞ്ഞ സംഭവം, അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അതായത് എന്തെങ്കിലും ആക്സിഡൻസുകൾ നേരിട്ട് കാണുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അപകടങ്ങൾ നേരിട്ട് കാണാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ചൈൽഡ്ഹുഡ് ട്രോമാസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കാലം ഓർത്ത് വെക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ എപ്പിനെഫ്രിൻ, അതേപോലെ നോർ എപ്പിനെഫ്രിൻ, ഇങ്ങനത്തെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ബ്രെയിനിൽ. അപ്പോൾ ഇത് ആ ഒരു മെമ്മറിനെ കൂടുതൽ കാലം അവിടെ എന്താ പറയുക, ഫോർഗെറ്റ് ചെയ്യാതെ കൂടുതൽ കാലം അവിടെ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മൾ മനുഷ്യന്മാർ നാച്ചുറലി എന്തൊരു ഇൻഫർമേഷൻ കിട്ടിയാലും അത് ഫോർഗെറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതിനെ ഓഫ്സെറ്റ് ചെയ്യുന്ന ടൂൾസുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. ഫോർഗെറ്റിംഗ് മാക്സിമം കുറച്ച് മാക്സിമം ഇൻഫർമേഷൻ റീറ്റെയിൻ ചെയ്യുക, അതിൻ്റെ അർത്ഥം മാക്സിമം ഇൻഫർമേഷൻ ലേൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ആസ്പിറേഷണൽ സ്റ്റോറി, മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഇമോഷൻ നിങ്ങളെ വർക്ക് ഭാവിയിൽ സക്സസ് എങ്ങനെ നിങ്ങൾ ഇമ്പാക്ട് ചെയ്യുന്നുള്ളതും, അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഇമോഷനും കണക്ട് ചെയ്യാം. നമ്പർ 2, എ ഷെഡ്യൂൾഡ് ടൈം ഫോർ സ്റ്റഡി. എല്ലാ ദിവസവും ഒരു 3 to 4 hours സെയിം ടൈം, എവറി ഡേ ദ സെയിം ടൈം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏർലി മോർണിംഗ് 5 to 9 ആണെന്നുണ്ടെങ്കിൽ എവറി ഡേ 5 to 9 ഈ ഒരു ടൈം സ്റ്റഡിങ്ങിന് വേണ്ടി മാത്രം മാറ്റി വെക്കുക. അതൊരു ഷെഡ്യൂൾഡ് ടൈം. ആ ടൈമിൽ ഐസൊലേഷൻ, അതായത് ബാക്കിയുള്ളവരുടെ കൂടെ പഠിക്കണമല്ല, നമ്മൾ സ്വന്തം ഇരുന്ന് ഫോക്കസോട് കൂടി പഠിക്കുക. അതുപോലെ വേറെ നോട്ടിഫിക്കേഷൻസോ കാര്യങ്ങളോ ഡിസ്ട്രാക്ഷൻസോ ഒന്നുമില്ല. അതുപോലെ ഈ ടൈമിൽ ഞാൻ പഠിക്കുകയാണ്, ഇന്നെ ആരും ശല്യപ്പെടുത്തരുത് എന്നുള്ള രീതിയിൽ വേറെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരും നമ്മളെ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ വരുന്നില്ല. ഇങ്ങനൊരു ടൈം, ഡീപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം, അതായത് ജസ്റ്റ് പാസീവ് വർക്കല്ല, ഏറ്റവും ആക്റ്റീവായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യാനുള്ള ടൈം, അത് നമ്മൾ പഠിക്കാനുള്ള ടൈം. അപ്പോൾ ചില ആൾക്കാരുണ്ടാവും ഇങ്ങനെ ഓരോ ദിവസവും ഓരോ നേരത്തെ പഠിക്കുന്നുണ്ടാവും. പക്ഷേ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ, ഏറ്റവും ഈ ഒരു ഫീൽഡിൽ ലേണിങ്ങിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എല്ലാ ദിവസവും ഒരേ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടൈമിലാണ് ഓരോ ഷെഡ്യൂൾ പോകുന്നത്. ആൻഡ് അങ്ങനെ ഒരു 3 to 4 hours നിങ്ങൾ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കണ്ടിന്യൂസ്ലി 3 to 4 hours പഠിക്കുക എന്നല്ല, അതിൻ്റെ ഉള്ളിൽ പൊമഡോറോ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യാം. അതായത് 25 minutes പഠിക്കുക, 5 minutes ബ്രേക്ക് എടുക്കുക, 90 minutes പഠിക്കുക, അല്ലെങ്കിൽ 50 minutes പഠിക്കുക, 10 minutes ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ മാക്സിമം പോയി ഒരു 90 minutes നമ്മുടെ സർക്കേഡിയൻ റിതത്തിനനുസരിച്ച് ഒരു 90 minutes സൈക്കിളൊക്കെ ആയിട്ട് പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 20 minutes ഹാഫ് ആൻ അവർ ഒക്കെ റെസ്റ്റ് എടുക്കാം. ഈ രീതിയിൽ എന്നിട്ട് ആ റെസ്റ്റ് എടുക്കുമ്പോൾ ഫോൺ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം, ചെറിയ വാക്കിങ്, സ്ട്രെച്ചിങ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിൻ്റെ പെറ്റ്സിൻ്റെ ഒക്കെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നെ ഞാൻ ചെയ്തതിനൊരു ടിപ്പാണ്, ഈ മൾബറി അല്ലെങ്കിൽ ലെമൺ അല്ലെങ്കിൽ പിക്കിൾ, ഇങ്ങനത്തെ പുളിയുള്ള സംഭവങ്ങളുണ്ടല്ലോ, അത് ജസ്റ്റ് ഇത്തിരി എടുത്തുകൊണ്ടൊന്ന് കഴിക്കും. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല, ഇത് പേഴ്സണൽ ടിപ്പാണ്. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നുകൂടി ആക്റ്റീവ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ട്, അതായത് ഇപ്പോൾ മൈൻഡ് കുറച്ചൊന്നും ഇങ്ങനെ സ്ലോയിലാണെന്നുണ്ടെങ്കിൽ, സ്ലഗിഷ് ആണെന്നുണ്ടെങ്കിൽ, അത് കഴിക്കുമ്പോൾ വീണ്ടും എന്താവുണ്ട്, ഒന്നുകൂടി ഷാർപ്പാവുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പുളിയോ എന്തോ കാരണം വീണ്ടും അലേർട്ട് ആവുന്നുണ്ട്. മൂന്നാമത്തെ സംഭവമാണ് ടീച്ചിങ് അതേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഈ മെഡിക്കലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു ചിന്ത ഉണ്ടാവും, മറ്റുള്ളവരെ ടീച്ച് ചെയ്യാന്നുണ്ടാകുമ്പോൾ, അപ്പോൾ ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം അല്ലേ, അപ്പോൾ ഇതിൽ വേറെ ഉള്ളവർക്ക് ടീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പഠിച്ചത് നമുക്ക് വേണ്ടിയല്ലേ, അപ്പോൾ ഓർക്കും കൂടി പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു കോമ്പറ്റീഷൻ കൂട്ടണ പോലല്ലേ എന്നുള്ളത്. പക്ഷേ ആക്ച്വലി മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളത് നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അപ്പോൾ വേറൊരാൾക്ക് സിമ്പിളായിട്ടൊരു ടോപ്പിക്കും പറഞ്ഞു കൊടുക്കാൻ അറിയും എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കും അത് കറക്റ്റായിട്ട് മനസ്സിലായി എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തുണ്ടാവുള്ളൂ, നമ്മൾ കൂടുതലായിട്ട് ഡീപ്പായിട്ട് അത് പഠിക്കും. ഞാൻ പഠിക്കുന്ന ടൈമിൽ ഇമാജിൻ ചെയ്താണ്ട്
ഇവിടെ കുറേ കുട്ടികളുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഇമാജിൻ ചെയ്താണ്ട് ഞാൻ ഒരു സംഭവം പഠിക്കും, എന്നിട്ട് നേരെ ബുക്ക് ക്ലോസ് ചെയ്യും, ടീച്ച് ചെയ്യുന്ന പോലെ അങ്ങനെ ഇമാജിൻ ചെയ്യലുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത കോൺസെപ്റ്റ് ഏതൊക്കെയാണ്, അറിയുന്ന കോൺസെപ്റ്റ് ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാവും. നമ്പർ 4 ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുന്ന സ്റ്റഡി ആയിരിക്കും ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്ന സ്റ്റഡി. ദ മോർ ദ എഫേർട്ട് ദ ബെറ്റർ ദ റിസൾട്ട്, ദ ലെസ് ദ ടൈം. ദ ലെസ് ദ എഫേർട്ട് ദ വേഴ്സ് ദ റിസൾട്ട്, ദ മോർ ദ ടൈം. അത് ഓർത്ത് വെക്കുക. ഞാൻ 5ാമത്തെ കാര്യം പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മളിപ്പോൾ പറഞ്ഞ ഹാബിറ്റിൽ ഏതെങ്കിലും ഒരു 2 നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമുക്ക് ഓർമ്മയുണ്ടോ? ഹാബിറ്റ് നമ്പർ 1, ഒരു ലോങ് ടേം അണ്ടർസ്റ്റാൻഡിങ്, ഓലെ സക്സസ് എങ്ങനെ ഓലെ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളത് അല്ലേ. ഓക്കെ, അനദർ 1, ഒരു ഷെഡ്യൂൾഡ് ടൈം ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. യെസ്. അപ്പോൾ അടുത്ത 5ാമത്തെ എന്ന് പറയുന്നത് ഇതേ സംഭവമാണ് ഞാനിപ്പോൾ ചെയ്തത്, അതായത് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ റീകോളിംഗ്. അപ്പോൾ റീകോളിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അന്ന് ചെയ്യാത്തൊരു സംഭവമാണ്. ഐ ആം റിഗ്രറ്റിംഗ് അബൌട്ട് ദാറ്റ്. ഞാനിപ്പോൾ മനസ്സിലാക്കിയ സംഭവമാണ്. നമ്മൾ പഠിച്ച സംഭവങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 50% ഇൻഫോർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം പഠിച്ച് അത് വീണ്ടും റീഡ് ചെയ്ത് ഇങ്ങനെ പഠിക്കുന്നതിന് പകരം ഒരു വട്ടം പഠിച്ചതിന് ശേഷം അത് റീകോൾ ചെയ്തിട്ട് എത്രത്തോളം നമുക്ക് അറിയാം എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ആ അറിയാത്ത ഗ്യാപ്പുകൾ മാത്രം വീണ്ടും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, ടൈം വേസ്റ്റിംഗ് അവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാക്സിമം ഇൻഫോർമേഷൻസ് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് എന്താണ്, നമ്മളെ ഇൻഫോർമേഷൻ ഏറ്റവും കൂടുതൽ റീറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് റീകാളിങ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്പർ 6 ഞാൻ ചെയ്തിരുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്, സ്ലീപ്പിന് പ്രയോറിറ്റി കൊടുക്കുക. ഐ ഡിഡ്ന്റ് ഡു ദാറ്റ്. ഞാൻ ഫൗണ്ടേഷനൊക്കെ പഠിക്കുന്ന സമയത്ത് ഫുൾ സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ചെയ്യുന്ന ക്ലാസ്സിലും ഐ തോട്ട് ലൈക്ക് ലെസ് സ്ലീപ്പ്, കൂടുതൽ സമയം പഠിക്കാൻ കിട്ടും ആൻഡ് വിൽ ബി മോർ എഫക്റ്റീവ്, മോർ എഫേർട്ട്. കാരണം എനിക്ക് ബാക്കിയുള്ളവരെ കണ്ട് കൂടുതൽ പഠിക്കാം. ബട്ട് ഇറ്റ്സ് ആക്ച്വലി എ ബ്ലണ്ടർ, ഇറ്റ്സ് ആക്ച്വലി മണ്ടത്തരാണ്. ഞാൻ പറഞ്ഞല്ലോ, മെമ്മറി കൺസോൾട്ടേഷനും ന്യൂറോപ്ലാസ്റ്റിറ്റി ഒക്കെ നടക്കുന്നത് സ്ലീപ്പിലാണ്. അപ്പം അങ്ങനെയുള്ള ആ ഒരു സംഭവം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല. യു ഹാവ് ടു സ്ലീപ്പ് 7 to 9 hours ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ടൈം ഓഫ് സ്ലീപ്പ് ഈസ് നോട്ട് ഈക്വൽ ടു ടൈം ഇൻ ബെഡ്. നിങ്ങൾ ബെഡിൽ 8 മണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 7 മണിക്കൂറൊക്കെ സ്ലീപ്പ് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഒരു 7 to 9 hours സ്ലീപ്പ് ഈസ് മസ്റ്റ്. ഞാൻ അങ്ങനെ മര്യാദക്ക് ഉറങ്ങാത്തതുകൊണ്ട് ബാക്കിയുള്ളവർ ഒരു 3 മണിക്കൂർ കൊണ്ട് പഠിക്കേണ്ടത് എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഡബിൾ എഫേർട്ട്, ട്രിപ്പിൾ എഫേർട്ട് കിട്ടാണ്ട് ഒരു 6 മണിക്കൂർ, 7 മണിക്കൂർ, 8 മണിക്കൂറൊക്കെ എടുത്ത് പഠിക്കേണ്ട അവസ്ഥ വന്നിരുന്നു. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അടുത്ത സംഭവമാണ് 7ാമത്തത്, നമ്മൾ പല ആൾക്കാരും ചെയ്യുന്നൊരു സംഭവമായിരിക്കും സ്റ്റഡിങ് റൈറ്റ് ആഫ്റ്റർ ഈറ്റിംഗ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബോഡി എന്തിലായിരിക്കും, ഡൈജഷനിലായിരിക്കും ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മലയാളികളുടെ ഡയറ്റ് എന്ന് പറയുന്നത് ഹൈ കാർബ് ഡയറ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടായതുകൊണ്ട് നമുക്ക് എനർജി ക്രാഷ് ഉണ്ടാവും. ചോറൊക്കെ തിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരുന്ന കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ എന്താവും, നമ്മളെ ബോഡിക്ക് ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചിട്ടാണ് പഠിക്കാനിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ആക്ടിവിറ്റി ചെയ്തിട്ട് പഠിക്കാനിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് പഠിക്കാനിരിക്കുക. ഇനി ഫുഡ് കഴിച്ചിട്ടാണ് പഠിക്കാനിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ലൈറ്റ് ആക്ടിവിറ്റി ഞാൻ പറഞ്ഞു, വാക്കിങ്, റണ്ണിങ്, ജോഗിങ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തതിന് ശേഷം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കിയിട്ട് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തത് പ്ലസ് ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ ചിക്കൻ മാത്രം, അൽഫാം, അങ്ങനത്തെ സംഭവങ്ങൾ. ഇങ്ങനെ ലെസ് ഗ്ലൈസമിക് ആയിട്ടുള്ള, ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള, ഇൻസുലിൻ വല്ലാതെ സ്പൈക്ക് ചെയ്യാത്ത രീതിയിലുള്ള ഫുഡുകൾ ഉണ്ടാവും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം, എഗ്ഗ്, മീറ്റ്, അതുപോലെ മീറ്റ് എല്ലാ ടൈപ്പ് മീറ്റും, പിന്നെ ചില ടൈപ്പ് ഫ്രൂട്ട്സുകൾ. ചില ഫ്രൂട്ട്സുകൾ എന്താണ് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലുള്ളതാണ്. അപ്പോൾ അതെന്ത് ചെയ്യാം, ഫ്രൂട്ട്സ് വലിയൊരു പ്രശ്നമല്ല, നമ്മളെ നോർമൽ അരിഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന പോലെ തന്നെ വലിയൊരു ഗ്ലൈസമിക് ഇൻഡെക്സ് ഉണ്ടായാൽ പോലും നമുക്ക് അത്രയും സ്പൈക്ക് ഉണ്ടാക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. യു ഹാവ് ടു ടെസ്റ്റ് യുവർ സെൽഫ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. നമ്പർ 8 ഞാൻ ഫസ്റ്റ് പറഞ്ഞ സംഭവം മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്യാം, ഞാൻ ചെയ്തിരുന്ന ഒരു ഹാബിറ്റ് തന്നെയാണ് 5 to 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു ഏർലി മോർണിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും, ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത പറയുന്നത്, 1 സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 2 ഞാൻ പറഞ്ഞു മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഫോക്കസ് അല്ലെങ്കിൽ അലേർട്ട്നെസ് ഇങ്ങനെ പോയി നമ്മളിടയ്ക്ക് ഇങ്ങനെ ഓരോ ചിന്തകൾ ഇങ്ങനെ ചിന്തിക്കും മെഡിറ്റേഷൻ ചെയ്യുന്ന ഇടയിൽ. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മളതിനെ തിരിച്ച് വീണ്ടും കൊണ്ടുവരും. നമ്മളെ ബ്രീത്തിൽ ഫോക്കസ് ചെയ്യുന്ന മെഡിറ്റേഷൻസ് ഉണ്ടാവും, വേറെ ടൈപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ചിന്ത വേറെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും, അങ്ങനെ വീണ്ടും നമ്മൾ ബ്രീത്തിൽ ഫോക്കസ് ചെയ്യും, വീണ്ടും പോവും, വീണ്ടും കൊണ്ടുവരും. ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ചിന്തകൾ എന്താ പറയുക, നമ്മളെ മനസ്സ് കൂടുതൽ വാണ്ടർ ചെയ്യാതെ നമ്മളിപ്പോൾ എന്താണോ ചെയ്യുന്നത് ആ ടാസ്കിൽ ഫോക്കസ് ചെയ്യാൻ, അതിൽ ലോക്കിൻ ചെയ്താണ്ട് കൂടുതൽ നേരം അതിൽ ഫോക്കസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്പർ 9 9ാമത്തെ കാര്യം, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും അതുപോലെ കഫെയിനും ഒരുമിച്ച് യൂസ് ചെയ്യുക എന്നുള്ളത്. കഫെയിൻ എന്ന് പറയുന്നത് കോഫിയിലുള്ള സബ്സ്റ്റൻസ് ആണ്, അത് നിങ്ങൾക്ക് അറിയുണ്ടാവും. ഞാൻ അതിന് മുമ്പ് അതിന് ഒരു ക്ലിയർ ആയിട്ടുള്ള വീഡിയോ ഇട്ടതാണ്.
അപ്പോൾ ഈ കഫീൻ എന്ന് പറയുന്നത് നമ്മളെ ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ അലേർട്ട്നെസ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്കൗട്ടിൻ്റെ കേസിലാണെങ്കിൽ അവിടെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ബൂസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉച്ചയ്ക്ക് ശേഷം ലേറ്റർ പാർട്ട് ഓഫ് ദ ഡേ ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ എടുക്കരുത്. ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, നമ്മളെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ മെമ്മറി കൺസോൾട്ടേഷൻ അത് അഫക്റ്റ് ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഉറക്കം സാക്രിഫൈസ് ചെയ്താണ്ട് എടുക്കരുത്. ഏർലി പാർട്ട് ഓഫ് ദ ഡേ ഏർലി മോർണിംഗിലൊക്കെ എന്ത് ചെയ്യാം, കഫീൻ എടുക്കാം. പിന്നെ ഞാൻ ചെയ്തിരുന്ന ഒരു സംഭവമാണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ്. അതിനെക്കുറിച്ച് ഞാനൊരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, നോൽമ്പ് നോൽക്കുന്ന പോലെ തന്നെ ഫുഡ് ഉണ്ടാവില്ല, പക്ഷെ വെള്ളം, കോഫി, നോൺ കാലറിക് ആയിട്ടുള്ള ബീവറേജസ് ഒക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ അത് പല വിൻഡോസിലുണ്ട്. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ 16 to 8 ആണ്. 16 മണിക്കൂർ ഫുഡില്ല, 8 അവർ ഫുഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫുഡ് കഴിക്കുക എപ്പോഴായിരിക്കും, ഉച്ചക്ക് 1 മണിക്കൊക്കെ ആയിരിക്കും. പിന്നെ ലാസ്റ്റ് ഡിന്നർ കഴിക്കുക എപ്പോഴായിരിക്കും, ഒരു വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി 8 മണി 9 മണിക്കായിരിക്കും. എന്നിട്ട് വീണ്ടും പിറ്റേ ദിവസം മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, പിന്നെ കഴിക്കുക എപ്പോഴായിരിക്കും, ഉച്ചക്കായിരിക്കും. ഈ രീതിയിൽ. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ വയറ്റിൽ ഫുഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും, സിമ്പത്തറ്റിക് സിസ്റ്റത്തിലായിരിക്കും. അപ്പോൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റും എന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചൊരു സംഭവമാണ്, തടി നല്ല രീതിയിൽ കുറയും, നമ്മൾ ക്ഷീണിക്കാൻ ചാൻസ് ഉണ്ട്. നമ്പർ 10 ലാസ്റ്റത്തെ സംഭവമാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. പഠിക്കുന്നതിന് മുമ്പ് 40 HZ 40 HZലുള്ള ബൈന്യൂറൽ ബീറ്റ്സ് സെർച്ച് ചെയ്യുക യൂട്യൂബിൽ. ഒരു 5 മിനിറ്റ് എന്ത് ചെയ്യാം, പഠിക്കുന്നതിന് മുമ്പ് ഹെഡ്സെറ്റ് വെച്ചാണ്ട് കേൾക്കാം. 2 ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് നമ്മൾ സൈമിൾട്ടേനിയസ്ലി നമ്മൾ 2 ഇയേഴ്സിലും പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ അതിനെടുത്ത് കഴിഞ്ഞാൽ അത് ആ മ്യൂസിക് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്ലാരിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചില ആൾക്കാർക്ക് ബൈന്യൂറൽ ബീറ്റ്സ് വെച്ചുകാണ്ട് പ്ലേ ചെയ്താണ്ട് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. എനിക്കത് ഞാനത് ടെസ്റ്റ് ചെയ്തു, എനിക്ക് പറ്റുന്നില്ല. പക്ഷെ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് പിന്നെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ വാല്യബിൾ ആയിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇവിടെ എല്ലാത്തിൻ്റെയും ഒരു ടോപ്പിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് പോയിട്ടുള്ളൂ. ഇത് ഞാൻ ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്ത സംഭവമാണ്. ഇതിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഒരുപാട് പേഴ്സണൽ സ്റ്റോറീസും മെസ്സേജസും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഇനിയും ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു ആൾമോസ്റ്റ് ഒരു 1 hour വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാ സംഭവങ്ങളും ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും കൂടുതൽ വാല്യബിൾ ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണത്. അതുകൂടാതെ അത് കൂടുതൽ ആക്ഷനബിൾ ആക്കാൻ വേണ്ടിയിട്ട് അതിൽ ഞാൻ എന്തുകൂടി ആഡ് ചെയ്തിരുന്നത്, ഒരു ബുക്കും കൂടി ആഡ് ചെയ്തിരുന്നത് അതിൻ്റെ ഒപ്പം. അതായത് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം 1 hour ലെങ്ത് ഉള്ള ആ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. അത് കഴിഞ്ഞിട്ട് ആ ബുക്കും കൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എപ്പോഴെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബുക്ക് നേരെ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടാണ്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ്. 99 ആണ്. അപ്പോൾ ആദ്യത്തെ 3 ദിവസം അല്ലെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒരു 3 ദിവസം ആ ഒരു വീഡിയോ 99 rupeesന് അവൈലബിൾ ആയിരിക്കും. ആ വീഡിയോ പ്ലസ് ബോണസ് ആയിട്ടുള്ള അതിൻ്റെ ബുക്ക് പ്ലസ് ഞാൻ എൻ്റെ സ്ലീപ്പിൻ്റെ ബുക്കും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പാടെ കൂടിയിട്ട് 99 ആണ്. ആ പ്രൈസ് 3 ദിവസം കഴിഞ്ഞാൽ കൂടും. കാരണം ഫസ്റ്റത്തെ 3 days നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ആദ്യം ആ വീഡിയോ കൂടുതൽ കാണാം. അപ്പോൾ ഞാൻ ഒരു ഏർലി ബേർഡ് ഓഫർ എന്നുള്ള രീതിയിൽ 99 ആണ് ഇട്ടിട്ടുള്ളത്. ഇത് ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടുണ്ടാക്കിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഇഫ് യു ക്യാൻ അഫോർഡ്, ദ ലിങ്ക് ഈസ് ഇൻ ഡിസ്ക്രിപ്ഷൻ, ചെക്ക് ദാറ്റ് ഔട്ട്. ഇഫ് യു കാൻറ്റ് അഫോർഡ്, ഇറ്റ്സ് ഫൈൻ. ഞാൻ യൂട്യൂബിൽ തന്നെ അത്യാവശ്യം നല്ല വാല്യൂ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രീമിയം എൻ്റെ ഫുൾ എക്സ്പീരിയൻസ് ഉള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, ഒരു പോഡ്കാസ്റ്റ് ടൈപ്പ് 1 hour ലെങ്ത് ഉള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, യെസ് ഇറ്റ് ഈസ് ഇൻ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഇറ്റ് വിൽ, ഞാൻ ഡെഫിനറ്റ്ലി വരാണെങ്കിൽ ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ആ ഒരു സംഭവം എടുക്കുകയാണ്, നിങ്ങൾ പർച്ചേസ് ചെയ്താണ്ട് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്നാണ്ട് കമൻറ്റ് ഇടണം, ഇത് ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ആൾക്കാർക്ക് വേറെയുള്ളവർക്ക് മനസ്സിലാവുമല്ലോ ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അതോ വെറുതെ ബോസ്റ്റ് ചെയ്യാണോ എന്നുള്ളത്. കാരണം ഞാൻ അത്രയും എഫേർട്ട് ഇട്ടിരിക്കണ്. അപ്പോൾ എന്തായാലും അതിന് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്, ഉണ്ടെന്നുണ്ടെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. സോ ദാറ്റ്സ് ഇറ്റ് ടുഡേയ്സ് വീഡിയോ. ഐ ഹോപ്പ് ദിസ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.